കോട്ടയം മറവൻതുരുത്താണ് ഇപ്പോൾ ഉള്ളത്. ഒരു പരിചയമില്ലാത്ത മൂവാറ്റുപുഴ ആറിലേക്ക് ഈ പുലർച്ചെ ഞങ്ങൾ കയാക്കിങ്ങിന് പോവുകയാണ്. മറവൻതുരുത്തിലാണ് ഞാനും അപ്പൂസും ഇപ്പോൾ ഉള്ളത്. മൂവാറ്റുപുഴ ആറിലൂടെ കയാക്കിങ്ങിലൊരു യാത്ര. ആദ്യമായിട്ടാണ് കയാക്കിങ് ചെയ്യുന്നത്. അതും കേട്ടില്ലേ പക്ഷികളുടെയൊക്കെ ശബ്ദം. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. ഈ സൂര്യോദയം കാണാനും ഈ ഒഴുക്കുള്ള മൂവാറ്റുപുഴ ആറിലൂടെ മറവൻതുരുത്തിലൂടെ ഒരു കയാക്കിംഗ് ആണ്. വണ്ടി തിരിച്ചു. കണ്ടോ, സംഗതി വളരെ സിമ്പിളാണ്. ഹായ്, നല്ല ഒഴുക്കുണ്ട് കേട്ടോ അപ്പൂസേ. അപ്പോൾ പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുങ്ങുകയാണെങ്കിൽ പേടിക്കണ്ട. ലൈഫ് ജാക്കറ്റ് അല്ല, ഫോണോ പവർ ബാങ്ക് എന്ത് വേണേൽ പോയിക്കോട്ടെ. ലൈഫ് സെക്യൂർഡ് ആക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. ഇല്ലല്ല, എന്ത് നഷ്ടമുണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ആക്കാം. പേടിക്കൊന്നും വേണ്ട, അറിയാത്തതുകൊണ്ടാണ് അടുത്തുകൂടെ വരുന്നത്. അല്ല, ഇൻ കേസ് എന്തെങ്കിലേ മുങ്ങിയാലും നമ്മൾ ഇതിനുള്ളത് കൊണ്ട് പൊങ്ങി നിൽക്കില്ലേ. മേലേക്ക് നോക്കി നിന്നാൽ മതി. നോക്കി നിന്നാൽ മതി. ഒരെണ്ണം വന്ന് ഇടിച്ചാൽ പറയാൻ സാധ്യതയുണ്ടോ? ബ്രേക്ക് മീൻസ് അറിയില്ല, ഒന്ന് ഇടിക്കും. കോട്ടയത്തുകാരിയായിട്ടാണോ? ഞങ്ങള് കായലില്ലാത്ത നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൂസേ എവിടെയാ? ഒന്നും ആ, അവിടെ പുഴയിൽ നമ്മൾ അത്യാവശ്യം കളിച്ചിട്ടുണ്ട്, കുളിച്ച്. ഇത് പക്ഷേ ഇത് വലിയ പുഴയല്ലേ. നമ്മുടെ അവിടെ ഇത്രയും വലിയ പുഴയൊക്കെ ചെറുണ്ട്, അതല്ല അതിൽ നമ്മൾ അഭ്യാസം കളിക്കാറില്ല. കയാക്കിംഗ് മറവൻതുരുത്ത് മൂവാറ്റുപുഴ ആറിലൂടെ. ഹായ്, അപ്പൂസദാ മറവൻതുരുത്ത് യൂട്യൂബറാണ്, സ്ട്രീം ട്രാവലർ. അപ്പൂസ മുന്നോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. ഇല്ലല്ല, ആണോ? ഒന്നിനും ഇല്ലെന്നൊന്നും ബൈക്ക് റേസ്. ഇല്ല പതുക്കെ നമുക്ക് പോവാം. നല്ലൊരു ആക്സിഡൻ്റ് ആണ് ഇപ്പോൾ നടന്നത്. അറിയാത്തൊരു മോളും ഒരു മോനും ഒക്കെ കൂടെ വന്നു. ഇവിടെ അപ്പൂസ് അതാ ആക്സിഡൻറ്റ് പറ്റിയപ്പോഴേക്കും എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. ആഹാ ഇതാ ചേച്ചി. മാറപ്പൂസ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ണം. എനിക്ക് എങ്ങാനും വെള്ളത്തിൽ വീണ പേടി വേണ്ട കേട്ടോ. തല ഉയർത്തി പിടിച്ച് അന്തസ്സോടെ വെറുതെ. ഞാനെന്താ ഇവിടെ എന്താ നമ്മുടെ അപ്പൂസ തുരുത്തിലൂടെ ഇങ്ങനെ വരികയാണ്.
ആ ഇത് ഒഴുക്ക് കൂടുന്നതനുസരിച്ച് അപ്പൂസേ ഒറ്റ കൈ കൊണ്ടൊന്നും തുഴയിൽ നടക്കൂല. പോരെ, മുന്നോട്ട് തുഴഞ്ഞു പോരെ. ഈ പുഴയിലൂടെയാണ് ഞങ്ങൾ തുഴഞ്ഞു പോകുന്നത്. അമ്മച്ചി ശ്രമിക്കുന്നുണ്ട്. അപ്പോസ് അതെ, അപ്പനാണെന്നുള്ളൊരു പരിഗണന. അമ്പോ, ഇത് മൂവാറ്റുപുഴ ആറാണ് അപ്പൂസേ. ഇങ്ങോട്ട് നോക്കിയേ. ഹായ്. പോലെ മൂവാറ്റുപുഴ ആറില് കയാക്കിങ് വട്ടം തിരിക്കുകയാണ്. മാനം മുട്ടേ മോഹങ്ങൾ. നമ്മള് വയനാട്ടില് നീന്താൻ പഠിച്ചതാ എന്നൊക്കെ പറയണു. അപ്പൂസേ, അപ്പൂസിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ. ഒഴുക്കാട്, അങ്ങോട്ട് തിരിച്ചു കയറില്ല. റൈറ്റാ. ആ, അപ്പൊ നിന്റെ മോൻ്റെ അടുത്തേക്ക് വന്നേ. പോയിക്കോട്ടെ. ആ, അങ്ങോട്ട് ഒഴുക്ക് കൂടല്ലോ. ഞാൻ അപ്പൂസിൻ്റെ കയാക്കിംഗ് ബോട്ടിലൊന്ന് വട്ടം കറങ്ങുകയാണ്. പിന്നെ ബ്രേക്ക് ചെയ്യാനൊക്കെ പഠിപ്പിച്ചിരുന്നു. എടാ, നമ്മൾ ബൈക്കിലായി പോയിട്ടോ. നമ്മളവരുടെ കൂടെ പോണേ. അപ്പൂസേ, ഇനി കുറച്ച് നേരത്തേക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട്. നല്ല ഒഴുക്കാ അപ്പൂസേ. ഫോണിൻ്റെ ആ ഗ്രീൻ ലൈറ്റ് കത്തുന്നില്ല കേട്ടോ. നല്ല ഒഴുക്കാ. ആ, ഇതിൻ്റെ മൈക്കിൻ്റെ. നമ്മുടെ ഗൈഡാണ് ഞാൻ നിൽക്കുന്നത്. എന്താ മോനെ? ആ ആ ആ വേണ്ട വേണ്ട മോനെന്താ പറഞ്ഞ? ക്ലിയർ ആയില്ല. ഇല്ല, പിന്നെ കൊടുക്കാം. ബൈക്ക് ഇങ്ങനെയല്ലടാ പറഞ്ഞ. ബൈക്ക് ഇങ്ങനെ. ഇവിടെയൊക്കെ നല്ല ആഴാ പൂസേ. അപ്പൊ എന്നെ ഒന്ന് പിടിച്ച്. ഇല്ലല്ല, അവരെല്ലാവരും കൂടെ വരട്ടെ. എന്നിട്ട് നമുക്ക് ട്രെയിനിൽ അവരെ കൂട്ടാൻ പോയേക്കാം അല്ലേ? അതുവരെ നമ്മളിതുവരെ പോവാത്തത്. അപ്പോഴേ നല്ല ഒഴുക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിൽ നിന്ന് വന്നതാ. സഹദേവൻ. ഓക്കെ, എന്താ ചെയ്യുന്നത് ഇവിടെ? ഇതിപ്പോ എന്താ ചെയ്യുന്നത് ഇവിടെ? ഓക്കെ, അത്യാവശ്യം കറിക്കുള്ള മീനൊക്കെ കിട്ടുമോ വല്ലപ്പോഴും ഒക്കെ? ഓക്കെ ഓക്കെ. ഞാൻ വയനാട്ടിൽ WMO എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് മാഷാണ്. എന്താ പേര്? വൈക്കം. കുറിച്ചൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട്. ഓളം തള്ളുമ്പോ ഓർക്കും ഞാൻ എൻ്റെ മാരനെ. എന്താ ചെയ്യുന്നത്? ഹായ്. മറവൻ തുരുത്ത് മൂവാറ്റുപുഴയാർ നല്ല അടിയൊഴുക്കുള്ള പുഴയിലാണ് ഞങ്ങൾ ഈ അഭ്യാസം കളിക്കുന്നത് കേട്ടോ. മാനം മുട്ടേ മോഹങ്ങൾ തത്തി തത്തി പാടുമ്പോൾ. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ സമയം, മുഹൂർത്തം. മൂവാറ്റുപുഴയാറിൻ്റെ നടുക്ക് ഈ ഒഴുക്കിൽ അപ്പൂസിനെ അങ്ങനെ നിർത്തിയിട്ട് ഞാൻ അപ്പൂസിന്
ചുറ്റും തുഴയുകയാണ്. ഇതേതാ അപ്പൂസ ആറ്? മൂവാറ്റുപുഴ ആറ്. നമ്മളെവിടെയുള്ള മറവൻ തുരുത്തിലാണ്. അപ്പൂസ് കണ്ടോ കയാക്കിങ്ങിൽ വട്ടം കറങ്ങുകയാണ്. സ്വിമ്മിംഗ് പൂളല്ലേ, മൂവാറ്റുപുഴ ആറാണ്. കണ്ടോ അപ്പൂസ്? പൊയ്ക്കോതാ, അവർ പോകുന്നവരെ കൂടെ പൊക്കോ. കണ്ടോ ഒരു കൂട്ടിമുട്ടൽ, മുട്ടാതെ അപ്പൂസ് പിടിച്ചു. വേണ്ട, അത് മറിയും മറിയും മറിയും, എൻ്റെ നിന്ന് വിട്ടോ. അപ്പൂസ് നമ്മുടെ ബേക്കിൽ ആരെങ്കിലും ഉണ്ടോടാ? ഇല്ല, എന്നാൽ ഒന്നിച്ച് പോവാ നീ അങ്ങോട്ട്. തൂക്കുപാലത്തിൻ്റെ അടിയിലൂടെ അപ്പൂസ് മീൻ ചാടുന്നത് കണ്ടോ? മീൻ ചാടുന്നത് ചാടി കയറിയാൽ മതിയായിരുന്നു. ഇല്ലടാ, മുന്നോട്ട് പോയാൽ അവരുടെ ബേക്കിലേക്ക് നമ്മൾ. നമ്മുടെ ട്രെയിനറാണ് ബേക്കിൽ. അല്ലല്ലോ, ഫേസ് കണ്ടിട്ട് ഇങ്ങനെ തോന്നി പോണത്. എന്ത് വലിയ മീനുകളാ ചാടുന്നതെന്നറിയോ? അമ്പോ കിട്ടിയില്ല. ആ ആ ആ ആ ചിരിക്കുകയാണോ? ഹായ്. ഞങ്ങളിനി ഇടവഴി കയറുകയാണ്. അപ്പൂസദാ ഇടവഴി കയറാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇത് ഒരു കൈ കൊണ്ട് തുഴയണം, ഒരു കൈ കൊണ്ട്
കണ്ടോ ഇതങ്ങ് പോവുക നേരെ. അപ്പൂസ് ഇതാ കൈവഴി മാറി. പൂസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കടാ. പോസ് തിരിഞ്ഞു നോക്ക്. അനുഭവിക്കോ. കണ്ടോ ഇത് അപ്പൂസ കൈവഴി കയറുകയാണോ? അപ്പൂസിത കൈവഴി കയറുകയാണ്. ആണോ? ഇനി തിരിച്ചങ്ങോട്ട് പോണ്ട. ആ അപ്പോൾ ഞങ്ങളിനി ഇടവഴിക്കൊന്ന് കയറി നോക്കുകയാണ്. റോഡിലേക്ക് കറങ്ങുന്നേ. ആ അതല്ല അതാണത്. ആ കറങ്ങി കറക്കുക അതാണത്. ഒരു വട്ടം വെച്ചിട്ട് അങ്ങോട്ട് കയറാന്ന് വിചാരിച്ചു റോക്കറ്റ് റോഡിലേക്ക്. പോരല്ലേ റോക്കറ്റ് റോഡിലേക്ക് കുറച്ച് കയറുന്നവരെ എടുത്തോട്ടോ. അവിടെ നിൽക്ക് അവിടെ നിൽക്ക്. പോട്ടെ പോട്ടെ. ഓ ആ ആ പാപ്പ ലെഫ്റ്റ് തോന്നി. ഇവിടെ ഞങ്ങൾ ചെറിയ തോടാണ്. കൃഷ്ണയുടെ കയാക്കിങ്ങും എൻ്റെ അപ്പൂസിൻ്റെയും ഈ ബോട്ടും തമ്മിൽ ചെറിയൊരു ക്ലാഷ്. കൃഷ്ണ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പോയിക്കേ. ലെഫ്റ്റ് റൈറ്റ്. ഓ ഇത് അപ്പൂസ് തിരിഞ്ഞു പോണു. റിവേഴ്സ് വരിക. ആ ഇവിടെ നോക്ക്.
ഒന്ന് തിരിഞ്ഞേ. ആ ഒന്ന് തിരിഞ്ഞേ. വയ്ക്കോ, തിരിഞ്ഞ് വയ്ക്കോ. മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴികളിലൂടെ നല്ല റോബസ്റ്റ വാഴത്തോട്ടാണ്. ഇവിടുന്ന് ഞങ്ങൾ തിരിയുകയാണ്. ഇങ്ങനെയാണ് ഇത് തിരിക്കേണ്ടത്. ആ ഓ ഇതന്നല്ലേ വഴി? എന്തായാലും കായലിലെത്തും. അടുത്ത് വന്ന് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. വെള്ളം ഒഴുക്ക് അങ്ങോട്ടാണ്. ഇപ്പം ഞങ്ങൾ ഒഴുക്കിന് എതിരെയാണ് തുടങ്ങുന്നത്. അതൊരിക്കലും ബുദ്ധിമുട്ടാണ് അല്ലേ? ഓ അപ്പനും മോനും ഒന്നിച്ച് കയാക്കിങ്ങിലാണ്. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി വയ്ക്കും, അവൻ എന്തെങ്കിലും പറ്റിയ നീ എന്ത് ചെയ്യൂടാ? അപ്പൂസിനോട് ചോദിക്കും, അപ്പയ്ക്ക് എന്തെങ്കിലും പറ്റിയ നീ എന്ത് ചെയ്യൂടാ? ഞാൻ അപ്പൂസിനെ ചുറ്റി ഒരു റൗണ്ട് അടിക്കുകയാണ് മൂവാറ്റുപുഴ ആറിൽ. കിട്ടുന്നില്ലേ? ഹായ്. ആ നല്ല ഒഴുക്കാട്ടോ ബോസ്. ഒരു മിനിറ്റ് ബോട്ട് നിൽക്കുമ്പോഴേക്കും പോവാ. വഴിയേട്ടാ വഴി മാറിപ്പോയോ? ഹലോ ഗൈസ്, വഴി മാറിപ്പോയി.
കന്യാകുമാരിക്കുള്ള വഴി ഏതാ? നമുക്ക് മല കയറണ്ടാര്, മല കയറണ്ടാര്. ഞാൻ ബേക്കോട്ടാട്ടോ പോകുന്നത്. വരാം വരാം എടുക്കാം. പോക്കറ്റ് ആണെന്നില്ലല്ലോ, പോക്കറ്റ് ആണെന്നില്ലല്ലോ. മീനുകളാ ചാടുന്നത്. അത് മറ്റേ കൊഴുവാ തിന്നാൻ രാവിലെ 5:30 തുടങ്ങിയ കയാക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം 8:30. ഞങ്ങളുടെ ലീഡറാണ്. ഏറ്റവും ആദ്യം ഞാനും അപ്പൂസും ഫിനിഷ് ചെയ്തു. അങ്ങനെ കയാക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ചു. അടിപൊളി.